ഹലോ, ഇന്ന് കുട്ടി ക്രാഫ്റ്റിൽ ഒരല്പം വലിയൊരു ക്രാഫ്റ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇന്ന് ഓലയുടെ അറ്റം വെച്ച് നമുക്ക് എങ്ങനെ ഈർക്കിൽച്ചൂല് മെടഞ്ഞെടുക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പ് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഞാൻ ചൂലുണ്ടാക്കാനായിട്ട് ഓലയുടെ അറ്റം എടുത്തിട്ടുണ്ട്. ഒരു ചൂലിന് ഏകദേശം ഒരു 15 അറ്റങ്ങൾ വേണ്ടി വരും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലിപ്പത്തിൽ മുറിച്ചെടുക്കാം. നിങ്ങൾക്ക് ചൂലിന് എത്ര നീളം വേണം അതിനനുസരിച്ച് നീളത്തിൽ മുറിച്ചെടുക്കാം. അതിനുശേഷം ഈ ഓലയൊക്കെ ഇങ്ങനെ കീറിക്കളഞ്ഞിട്ട് ഈർക്കിൽ നല്ല വൃത്തിയിലാക്കി എടുക്കണം. 15 ഓല, കുറഞ്ഞതൊരു 13 ഓലയെങ്കിലും ആവശ്യമായിട്ട് വരും. എങ്കിൽ മാത്രമേ ചൂലിനൊരു നമുക്ക് ഉപയോഗിക്കാനുള്ള എളുപ്പത്തിനനുസരിച്ച് വലിപ്പം കിട്ടത്തുള്ളൂ. ഇനി അതെല്ലാം ആക്കിയതിന് ശേഷം ഞാനൊരു വെള്ളത്തിനകത്ത് കുതിർത്ത് വെച്ചിട്ടുണ്ട്. നന്നായി കുതിർന്ന് വരണമെങ്കിൽ മാത്രമേ നമുക്കത് വൃത്തിയാക്കി എടുക്കാനായിട്ട് സാധിക്കുള്ളൂ. അല്ലെങ്കിൽ ഭയങ്കര കട്ടിയായിട്ടൊക്കെ തോന്നും. വെള്ളത്തിൽ നിന്ന് കുതിർത്തതിന് ശേഷം വെള്ളമൊക്കെ ആറിയതിന് ശേഷം ഞാൻ ഒരു ഓലയാണ് ഇവിടെ കാണിക്കുന്നത്. അതിന് ശേഷം നമുക്ക് ഈർക്കിലൊക്കെ ഒന്ന് പുറകിലോട്ട് ഒതുക്കി പിടിച്ചതിന് ശേഷം എങ്ങനെയാണ് അത് വൃത്തിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഈ ഒരു രീതിയിൽ കീറിക്കളഞ്ഞിട്ട് വേണം വൃത്തിയാക്കി എടുക്കാൻ. അത് മുഴുവനായി മുറിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇങ്ങനെ ഈ ഒരു രീതിയിൽ ചെയ്താൽ ഇടയിലുള്ള ഓലയൊക്കെ വളരെ പെട്ടെന്ന് തന്നെ വൃത്തിയായി കിട്ടുന്നതാണ്. കണ്ടില്ലേ, വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. കുതിർന്ന് വന്നതുകൊണ്ട് തന്നെ ഒട്ടും കട്ടിയില്ലാതെ ബലം കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ലാതെ തന്നെ ചെയ്തെടുക്കാം. ഇതുപോലെ എല്ലാ ഓലയും ഒന്ന് ചെയ്തെടുക്കണം. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ ഞാനെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് എങ്ങനെയാണ് മടയുന്നതെന്നാണ് അടുത്ത സ്റ്റെപ്പ്. മടയാനായിട്ട് ഈ ഒരു ഓല എടുത്തിട്ട് 2 ഈർക്കിൽ വെച്ച് അതിൽ ഒരു വാഴനാര് വെച്ചാണ് ഞാനിപ്പോൾ ഇവിടെ മടയാൻ പോകുന്നത്. അതുകൊണ്ട് കെട്ടിയിട്ടിട്ടുണ്ട്. അതിനുശേഷം ഈ 2 വശത്തുള്ള ഈർക്കിലും എടുത്തതിന് ശേഷം ഈ വാഴനാര് അതിനുള്ളിൽ കൂടെ കടത്തി വിട്ടിട്ട് നമുക്ക് എല്ലാ ഓലയും ഒന്നിങ്ങനെ കോർത്ത് വെക്കാം. ഒരേ ലെവലിൽ വെച്ചിട്ട് എല്ലാം നിങ്ങൾ എത്ര ഓലയാണ് എടുക്കുന്നത്, ഞാനിപ്പോൾ ഇവിടെ 15 എടുത്തത്. അത്രയും ഓല ഞാൻ ഇതേ രീതിയിൽ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം വീഡിയോയിൽ കാണുന്ന ഈ രീതിയിൽ തന്നെ നമ്മൾക്കിങ്ങനെ മടക്കി കൊടുക്കാം. മടക്കി ചുരുട്ടി എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് തറയിലേക്ക് ഇങ്ങനെ ഒന്ന് കൊട്ടിക്കൊടുക്കാം. അതിൻ്റെ അടിവശം നല്ല ഷേപ്പിൽ വരാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം നല്ല ടൈറ്റായി പിടിച്ചിട്ട് ഇനിയാണ് നമ്മൾ മടഞ്ഞെടുക്കാൻ പോകുന്നത്. ഇനി നമുക്ക് ഇടവിട്ട് ഒരു 2 ഈർക്കിൽ വീതം എടുത്ത് വാഴനാര് കടത്തിവിട്ട് മടഞ്ഞെടുക്കാവുന്നതാണ്. കണ്ടില്ലേ, ഈ വീഡിയോയിൽ കാണുന്ന രീതിയിൽ തന്നെ നിങ്ങൾ മടഞ്ഞെടുത്താൽ മതി. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. വാഴനാരല്ല എന്നുണ്ടെങ്കിൽ കളർ നൂലൊക്കെ യൂസ് ചെയ്ത് മടയുകയാണെങ്കിൽ ചൂല് നല്ല കളർഫുള്ളായിട്ട് കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ രീതിയിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഞാനിപ്പോൾ ഇവിടെ വാഴനാര് യൂസ് ചെയ്തേ ഉള്ളൂ. പ്ലാസ്റ്റിക് നൂലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും യൂസ് ചെയ്ത് മടയാവുന്നതാണ്. ഈ ഒരു രീതിയിൽ ഒരു 6-7 സ്റ്റെപ്പോളം റൗണ്ടായിട്ട് മടഞ്ഞെടുക്കുക. കണ്ടില്ല, അതിന് ശേഷം മടഞ്ഞെടുത്തതിന് ശേഷം നമുക്ക് നല്ല ടൈറ്റായിട്ട് ഇതുപോലെ കെട്ടിക്കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ഇപ്പോൾ ഞാൻ മടഞ്ഞെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ഈ ചൂല് ഇതുപോലെ ഈ വീഡിയോയിൽ കാണുന്ന രീതിക്ക് ഒന്ന് ഒതുക്കി പിടിക്കുക. ഒരു 3/4 ഭാഗത്തോളം ഒതുക്കി പിടിച്ചതിന് ശേഷം അവിടെ ഒരു കെട്ടുകൂടെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. എങ്കിൽ ചൂലെല്ലാം കൂടെ ഒന്ന് ഒതുങ്ങി കിട്ടും. ഇനി നമുക്കിതിൻ്റെ അറ്റം കുറച്ചൊന്ന് മുറിച്ച് കളയേണ്ടതായിട്ടുണ്ട്. ഒത്തിരി നീളം ഉണ്ടെങ്കിൽ മുറിച്ച് കളഞ്ഞാൽ മതി. നിങ്ങൾക്ക് മുറിച്ച് കളയാതെയും യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു വൃത്തിക്കും ഭംഗിക്കൊക്കെ വേണ്ടി കുറച്ചൊന്ന് മുറിച്ച് കളയുന്നുണ്ട്. കണ്ടില്ലേ, നമ്മുടെ ചൂലിപ്പോൾ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ രീതിയിൽ തന്നെയായിട്ട് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ചൂലാണ്. എല്ലാവരും തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഉണ്ടാക്കിയതിന് ശേഷം അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇനി അടുത്ത വീഡിയോ വരെ കാണുന്നത് വരേക്കും